നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ഋഷഭയോഗീശ്വര ചരിതം എന്ന 20-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകമാകുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കൂ. അഭിഷ്ഠുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞസ്വതുല്യം സുതമർത്ഥ്യമാനഃ സ്വയം ജനിഷ്യേഹമിതി ഭ്രുവാണഃ തിരോദധാബർഹിഷി വിശ്വമൂർത്തേ. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. അഭിഷ്ഠുതഃ തത്ര മുനീശ്വരൈഃ ത്വം രാജ്ഞഃ സ്വതുല്യം സുതം അർത്ഥ്യമാനഃ സ്വയം ജനിഷ്യേ അഹം ഇതി ഭ്രുവാണഃ തിരോദധാഃ ബർഹിഷി വിശ്വമൂർത്തേ. അടുത്തതായ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഹേ വിശ്വമൂർത്തേ, തത്ര മുനീശ്വരൈഃ അഭിഷ്ഠുതഃ രാജ്ഞഃ സ്വതുല്യം സുതം അർത്ഥ്യമാനഃ അഹം സ്വയം ജനിഷ്യേ ഇതി ഭ്രുവാണഃ ത്വം ബർഹിഷി തിരോദധാഃ. അടുത്തതായ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. നാഭിരാജാവിൻ്റെ യജ്ഞഭൂമിയിൽ എത്തിച്ചേർന്ന മഹാവിഷ്ണുവിനെ മുനീശ്വരന്മാരാൽ സ്തുതിക്കപ്പെട്ടപ്പോൾ, അല്ലയോ ഭഗവാനെ, എനിക്ക് ഭവാനെപ്പോലുള്ള ഒരു പുത്രനെ നൽകണമേ എന്ന നാഭിരാജാവിൻ്റെ അപേക്ഷപ്രകാരം സന്തുഷ്ടനായ അങ്ങ് ഞാൻ സ്വയമേവ അനുഗ്രഹിച്ചേക്കാം എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്നും അപ്രത്യക്ഷനായി. നമസ്തേ.